നമസ്കാരം. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന ഡോക്ടർ ഡി ബാബു പോൾ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. പ്രമേഹം മൂലം കാലിലുണ്ടായ മുറിവിൽ നിന്നുള്ള അണുബാധ വൃക്കകളെയും കരളിനെയും ബാധിച്ചതിനെ തുടർന്ന് ഒരാഴ്ചയായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇന്നലെ ആരോഗ്യനില കൂടുതൽ വഷളാവുകയും ഇന്ന് പുലർച്ചെയോടെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. രാവിലെ 9 മണിക്ക് മൃതദേഹം പുന്നൻ റോഡിലെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. 12 മണിക്ക് കുറവൻകോണം മമ്മീസ് കോളനിയിലെ വസതിയിലെത്തിക്കും. നാളെ വൈകിട്ട് 4 മണിക്ക് പെരുമ്പാവൂരിനടുത്ത് കുറുപ്പുംപടി യാക്കോബായ പള്ളിയിൽ സംസ്കാരം നടത്തും. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രഗത്ഭനായ ഭരണാധികാരി, എഴുത്തുകാരൻ, ചിരിയും ചിന്തയും സമന്വയിപ്പിച്ച പ്രഭാഷകൻ, ഔദ്യോഗിക ജീവിതത്തിനൊപ്പം സഭാപ്രവർത്തനത്തിലും മുഴുകിയ വിശ്വാസി, അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉറക്കെ പറഞ്ഞ സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ, കേരളത്തിന് ഇങ്ങനെ പലതുമായിരുന്നു ബാബു പോൾ. എഞ്ചിനീയറായി IASലേക്ക് എത്തിയ ഡാനിയൽ ബാബു പോൾ 40 വർഷത്തോളം ഭരണരംഗത്ത് പ്രഗത്ഭനായിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാൻ അംഗം, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ, കേരള സർവകലാശാല വൈസ് ചാൻസലർ തുടങ്ങി നിർണായക പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യ വൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുതി പദ്ധതി യാഥാർത്ഥ്യമായത് ബാബു പോളിന്റെ നേതൃത്വത്തിലായിരുന്നു. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. എഴുത്തുകാരൻ എന്ന നിലയിലും അദ്ദേഹം ശോഭിച്ചിരുന്നു. 30ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 6 ലക്ഷം വാക്കുകൾ ഉൾപ്പെടുത്തി 22 വർഷം ഗവേഷണം ചെയ്ത് തയ്യാറാക്കിയ വേദശബ്ദ രത്നാകാരം മലയാളത്തിലെ ആദ്യ ബൈബിൾ നിഘണ്ടുവാണ്. 9 വർഷമെടുത്താണ് അനുപമമായ ഈ നിഘണ്ടു അദ്ദേഹം തയ്യാറാക്കിയത്. ചീരോത്തോട്ടത്തിന്റെയും അധ്യാപികയായിരുന്ന മേരി പോളിന്റെയും മകനായി 1941 മെയ് 29 അദ്ദേഹം പെരുമ്പാവൂരിൽ ജനിച്ചത്. അച്ഛൻ പ്രധാനാധ്യാപകനായിരുന്ന കുറുപ്പുംപടി MGM ഹൈസ്കൂളിൽ നിന്ന് SSLCക്ക് സംസ്ഥാനത്ത് 3ാം റാങ്കും നേടി. തിരുവിതാംകൂർ രാജാവിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സ്കോളർഷിപ്പോടെയാണ് അദ്ദേഹം പഠിച്ചത്. തുടർന്ന് ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലും തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലും പഠിച്ചു. പ്രതിരോധ ശാസ്ത്രത്തിലും വേദശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദം നേടി. 1962 സർക്കാരിൽ ജൂനിയർ എഞ്ചിനീയറായി. 1964 7ാം റാങ്കോടെ IAS വിജയിച്ചു. സെക്രട്ടേറിയറ്റിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ 1971 അന്നത്തെ മുഖ്യമന്ത്രി C അച്യുതമേനോനാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പൂർത്തിയാക്കാൻ പ്രോജക്ട് കോർഡിനേറ്ററായി ബാബു പോളിനെ നിയമിച്ചത്. ഇടുക്കി ജില്ല രൂപീകരിച്ചപ്പോൾ ആദ്യ കളക്ടറും അദ്ദേഹം തന്നെയായിരുന്നു. 6 വർഷം ചീഫ് സെക്രട്ടറി റാങ്കിൽ പ്രവർത്തിച്ചെങ്കിലും അദ്ദേഹം ചീഫ് സെക്രട്ടറിയുടെ കസേരയിലെത്തിയില്ല. രാഷ്ട്രീയ സഭാ കേന്ദ്രങ്ങളുമായുള്ള വിയോജിപ്പായിരുന്നു കാരണം. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ സ്വയം വിരമിച്ച തദ്ദേശ ഭരണ ഓംബുഡ്സ്മാനായി. 2001 AK ആന്റണി മന്ത്രിസഭ ഓംബുഡ്സ്മാനെ പിരിച്ചുവിട്ടതോടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സേവനം അവസാനിച്ചു. AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഗവർണർ നിയമനത്തിനുള്ള പട്ടികയിൽ ഇടം നേടിയെങ്കിലും ഗവർണറായില്ല. പതിവായി അൾത്താരയിലെ ശുശ്രൂഷകനായിരുന്നു ബാബു പോൾ. ആഗമാന സുറിയാനി സഭയിൽ വിശ്വാസികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ ബ്രാറേത്തോ ബ്രീറോ, സെന്റ് ഇഗ്നേഷ്യസ് മെഡൽ എന്നീ ആദരവുകൾ നേടിയിട്ടുണ്ട്. 21ാം വയസ്സിൽ സർക്കാർ സർവീസിൽ പ്രവേശിച്ച ബാബു പോൾ 59ാം വയസ്സിൽ IASൽ നിന്ന് സ്വമേധയാ വിരമിച്ച് ഓംബുഡ്സ്മാൻ സ്ഥാനം സ്വീകരിച്ചു. 2001 സെപ്റ്റംബറിലാണ് അദ്ദേഹം ഉദ്യോഗത്തോട് വിട പറഞ്ഞത്. സിവിൽ സർവീസ് മേഖലയിൽ മിടുക്കരെ വളർത്തിയെടുക്കാനായി സ്ഥാപിച്ച കേരള സിവിൽ സർവീസ് അക്കാദമിയുടെ മെന്റർ എമിറേറ്റ്സ് ആയിരുന്നു. 2000 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1946 ആദ്യത്തെ പ്രസംഗം നടത്തിയ ബാബു പോൾ 1949 ആദ്യത്തെ ലേഖനം പ്രസിദ്ധീകരിച്ചു.